ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2025 ജനുവരി മാസം റിലീസായ പുതിയ മലയാള സിനിമകളെക്കുറിച്ചാണ്. ആദ്യം ഐഡൻറ്റിറ്റി. ഈ വർഷം ആദ്യം റിലീസായ മലയാള സിനിമയാണ്. ടൊവിനോ തോമസ് നായകനായി എത്തി. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ഡയറക്റ്റ് ചെയ്ത് രാജു മല്യാത്താൻ റോയ് CJ പ്രൊഡ്യൂസ് ചെയ്ത് റിലീസായ ഐഡൻറ്റിറ്റി. ഇതിൻ്റെ മുതൽ മുടക്ക് 12 കോടിയായിരുന്നു. ഈ ചിത്രം നേടിയതാകട്ടെ 18 കോടിയും. ടൊവിനോ തോമസിനെ കൂടാതെ തൃഷ കൃഷ്ണൻ, വിജയ് റായ് തുടങ്ങിയ വേറെ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അടുത്തത് രേഖാചിത്രം. ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ്. ആസിഫ് അലി നായകനായി എത്തിയ രേഖാചിത്രം. ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജോഫിൻ ടി ചാക്കോയാണ്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് വേണു കുന്നപ്പിള്ളിയാണ്. ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 9 കോടിയായിരുന്നു. ഈ ചിത്രം നേടിയത് 55 കോടിയാണ്. ആസിഫ് അലിയെ കൂടാതെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ തുടങ്ങി മറ്റ് താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. അടുത്തത് എന്ന് സ്വന്തം പുണ്യാളൻ. ഒരു ഫാൻറ്റസി കോമഡി ത്രില്ലർ മൂവിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തത് മഹേഷ് മധു ആണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിഗോ ജോൺ ആണ്. ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 8 കോടി 70 ലക്ഷമാണ്. ഈ ചിത്രം നേടിയതാകട്ടെ 4 കോടി 50 ലക്ഷം രൂപയും. അടുത്തത് പ്രാവിൻകൂട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത് അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസായ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഇതൊരു ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ മൂവിയാണ്. സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 18 കോടിയാണ്. ഈ ചിത്രം നേടിയത് 9 കോടി 50 ലക്ഷം രൂപയാണ്. അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ്. ഗൗതം വാസുദേവ് ആൻഡ് മേനൻ ഡയറക്റ്റ് ചെയ്ത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത് റിലീസായ ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ്. മമ്മൂട്ടി നായകനായി എത്തിയ ഈ ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, സിദ്ദീഖ്, വിനീത്, വിജയ് ബാബു തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 10 കോടിയായിരുന്നു. ഈ ചിത്രം നേടിയതാകട്ടെ 20 കോടിയും. അടുത്തത് പൊന്മാൻ. ജ്യോതിശങ്കർ ഡയറക്റ്റ് ചെയ്ത് വിനായക അജിത് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസായ ഒരു ചിത്രമാണ് പൊന്മാൻ. ബേസിൽ ജോസഫ് നായകനായി എത്തിയ ഈ സിനിമയിൽ സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രം 16 കോടി നേടി. ഇതൊരു ഡാർക്ക് കോമഡി ഫിലിമാണ്. അടുത്തത് ഒരു ജാതി ജാതകം. M മോഹനൻ ഡയറക്റ്റ് ചെയ്ത് മഹാസുബേർ പ്രൊഡ്യൂസ് ചെയ്ത് റിലീസായ ഒരു ചിത്രമാണ് ഒരു ജാതി ജാതകം. ഇതൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ്. വിനീത് ശ്രീനിവാസൻ നായകനായെത്തിയ ഈ ചിത്രത്തിൽ നിഖില വിമൽ, ബാബു ആൻ്റണി, ഇഷ തൽവാർ, പൂജ മോഹൻരാജ്, മൃദുൽ നായർ തുടങ്ങി മറ്റ് താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 5 കോടിയാണ്. ഈ ചിത്രം നേടിയതാകട്ടെ 9 കോടിയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.